കൊല്ലം ജില്ലയിലെ കോട്ടാത്തലയിലാണ് ദീപേഷും ഭാര്യ സ്മിതയും താമസിച്ചിരുന്നത്. ദീപേഷിനും സ്മിതയ്ക്കും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു 2 ആൺകുട്ടികളുമുണ്ട്. ദീപേഷിന് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക പണിയൊന്നുമില്ല. എല്ലാ പണിക്കും അയാൾ പോകും. പെയിൻറ്റിങ് പണി, കൂലിപ്പണി, വീട്ടു സാധനങ്ങൾ മാറ്റൽ, അങ്ങനെ എല്ലാ പണിക്കും പോകും. ആ ഒരൊറ്റ വരുമാനം മാത്രമാണ് ആ കുടുംബത്തിനാകെ ഉള്ളത്. ഇവർ ഒരു വാടക വീട്ടിലാണ് താമസം. സാമ്പത്തിക പ്രതിസന്ധി കൂടിയതോടെ ദീപേഷ് ഗൾഫിൽ പോകാനുള്ള ശ്രമവും തുടങ്ങി. അങ്ങനെ ദീപേഷിന് ഗൾഫിലൊരു ജോലി തരപ്പെടുകയാണ്. ആ സമയത്ത് വാടക വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ഥിതിയും വന്നുപെട്ടു. ഒടുവിൽ ദീപേഷ് ആ വാടക വീട്ടിൽ നിന്നും അതിന് കുറച്ച് ദൂരത്തിലേക്ക് തന്നെ മറ്റൊരു വാടക വീട് തരപ്പെടുത്തിയെടുത്ത് മക്കളെയും ഭാര്യയും അങ്ങോട്ടേക്ക് താമസം മാറ്റി. ദീപേഷിന് ഇവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൊല്ലം വിട്ട് അയാൾ വാടക വീട് എടുക്കാതിരുന്നത്. തൻ്റെ ഭാര്യയും 2 കുഞ്ഞു മക്കളെയും വിട്ട് ദീപേഷ് മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ഗൾഫിലേക്ക് പറന്നു. സ്മിതയ്ക്കാണെങ്കിൽ ഇത് സഹിക്കുന്നതിലപ്പുറമാണ്. എന്നാലും കുടുംബത്തിന് വേണ്ടിയാണല്ലോ, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ സ്മിത ചിന്തിച്ച് സമാധാനിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൽ സ്മിതയും 2 മക്കളും മാത്രം. ഒരു ദിവസം, അതായത് 2019 ജൂലൈ 4-ന് ആ വാടക വീടിൻ്റെ മുറ്റത്തു നിന്നും വെളുപ്പാങ്കാലത്ത് മറ്റൊരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ നാട്ടുകാർ കേൾക്കുകയാണ്. ഈ കരച്ചിൽ കേട്ട് ആ വാടക വീടിൻ്റെ ഉടമയും അടുത്തുള്ള ആൾക്കാരുമൊക്കെ അങ്ങോട്ടേക്ക് ഓടി. എല്ലാവരും അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു സ്ത്രീ നിന്ന് അലമുറയിട്ട് കരയുന്നതാണ്. ആ സ്ത്രീ ആർക്കും അറിയില്ല. ഇതിനു മുൻപ് അവിടെ എങ്ങും അവരെ കണ്ടിട്ട് പോലുമില്ല. വീട്ടുടമ എന്താണ് കാര്യം, നിങ്ങൾ ആരെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ അകത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയല്ലാതെ മറ്റൊന്നും പറയുന്നുമില്ല. ഉടനെ വീട്ടുടമ ആൾക്കാരെയും കൂട്ടിയിട്ട് അകത്ത് കയറി നോക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ആരാണ് അവിടെ നിന്ന് കരഞ്ഞ ആ സ്ത്രീ? ഇവരെങ്ങനെ അവിടെ എത്തി? അകത്ത് വീട്ടുടമ കണ്ടതെന്ത്? ഗംഭീര ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ദീപേഷ് ഗൾഫിൽ പോയതോടെ സ്മിതയും മക്കളും മാത്രമായി ആ വാടക വീട്ടിൽ. സ്മിതയുടെ അച്ഛനും അമ്മയും കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. പക്ഷേ അച്ഛനും അമ്മയായിട്ട് സ്മിത അത്ര ചേർച്ചയിലല്ല. ആ വീട്ടിലധികം പോവുകയോ അവരിങ്ങോട്ട് വരികയോ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ വലിയ പിണക്കവും ഇല്ല. അങ്ങനെ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ. ദീപേഷിന് ഗൾഫിൽ പോകാൻ നേരം ആകെയുള്ളൊരു ധൈര്യം സ്മിതയുടെ അനിയനായ സനീഷിനെ മാത്രമായിരുന്നു. എയർപോർട്ടിൽ വെച്ച് യാത്ര പറഞ്ഞപ്പോഴും പൊട്ടിക്കരഞ്ഞു നിന്ന സ്മിതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അളിയനായ ദീപേഷിന് ധൈര്യമായിട്ട് അളിയൻ പോയിട്ട് വാ, ഞാൻ എല്ലാം ഭദ്രമായിട്ട് നോക്കിക്കൊള്ളാം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചത് സ്മിതയുടെ അനിയനായ സനീഷാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സനീഷും സ്മിതയ്ക്കും മക്കൾക്കും ഒപ്പം ആ വീട്ടിൽ വന്ന് നിൽക്കും. എല്ലാം അപ്പുറത്ത് കുറച്ച് ദൂരം മാറി സ്മിതയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവർക്കും സനീഷ് ചേച്ചിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ഒരു സമാധാനമൊക്കെ ഉണ്ട്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ദീപേഷ് വീട്ടിലേക്ക് പണമൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങി. എല്ലാം നല്ലപടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആദ്യത്തെ ലീവിന് 1 കൊല്ലത്തിന് ശേഷം ദീപേഷ് നാട്ടിലെത്തി. സ്മിതയ്ക്കും മക്കൾക്കും ഒപ്പം സനീഷും വളരെയധികം സന്തോഷിച്ചു. അളിയൻ 1 കൊല്ലം കഴിഞ്ഞ് നാട്ടിലെത്തിയതിൻ്റെ സന്തോഷം. ഏകദേശം ഇവരുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ പതുക്കെ മാറാൻ തുടങ്ങുകയാണ്. ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങി. ലീവ് കഴിഞ്ഞ് ദീപേഷ് വീണ്ടും ഗൾഫിലേക്ക് പറന്നു. അപ്പോഴും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അളിയനായ സനീഷിനെ ഏൽപ്പിച്ചിട്ടാണ് ദീപേഷ് പോകുന്നത്. കാരണം സനീഷ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമെന്ന് നന്നായിട്ട് ദീപേഷിന് അറിയാം. ദീപേഷ് പോയി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സ്മിതയ്ക്ക് വിട്ടുമാറാത്തൊരു പനി പിടിച്ചു. ആശുപത്രി പോകാതെ പനിയുടെ മരുന്നൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരുന്ന സ്മിതയെ നിർബന്ധിച്ച് സനീഷ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടും സ്മിതയ്ക്ക് വലിയ കുറവൊന്നുമില്ല. സനീഷിനോട്, അച്ഛനോടും അമ്മയോടും ദീപേഷിനോടും തൽക്കാലം ഈ ഒരു പനിയുടെ കാര്യം പറയണ്ട എന്ന് സ്മിത തന്നെ വിലക്കി. കാരണം ഇതൊക്കെ അറിയുമ്പോൾ അവർക്കും വിഷമമാവില്ലേ എന്നോർത്തിട്ടാണ്. സ്മിതയുടെ മുറിയിൽ നിന്നും ഒരു ദിവസം വെളുപ്പിന് പിച്ചിമ്പയും പറയുന്നത് പോലത്തെ അത് കേൾക്കുകയാണ് സനീഷ്. തൊട്ടപ്പുറത്തെ മുറിയിൽ കുട്ടികൾ സുഖം ഉറക്കം. സനീഷ് നേരെ ചേച്ചിയായ സ്മിതയുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ സനീഷ് അവിടെ കണ്ടത് പനിച്ച് വിറച്ച് കിടക്കുന്ന സ്മിതയെയാണ്. എന്തൊക്കെയോ പിച്ചിമ്പയും ഒക്കെ പുലമ്പുന്നുണ്ട് സ്മിത. ആ പനിയുടെ തീവ്രത അത്രമാത്രം ഉണ്ട്. സനീഷിന് ആകെ പേടിയായി.
ഇത്രയും പനി കൂടുതലായ ശേഷം തൊട്ടടുത്തുള്ള അച്ഛനമ്മമാരെ അറിയിച്ചാൽ അവർ നേരത്തെ പറയാതിരുന്നതിന് വഴക്ക് പറയും. അതുമാത്രമല്ല, അവർ നന്നായിട്ട് പേടിക്കുകയും ചെയ്യും. സനീഷിന് എന്ത് ചെയ്യണമെന്നറിഞ്ഞൂടാ. ഒടുവിൽ തോന്നുകയാണ്, സ്മിതയുടെ അടുത്തൊരു കൂട്ടുകാരിയുണ്ട്, അവരെ വിളിച്ച് കാര്യം പറയാം. അങ്ങനെ സ്മിതയുടെ ഫോണിൽ നിന്നും സനീഷ് ആ കൂട്ടുകാരിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ചേച്ചിക്ക് ഒട്ടും വയ്യ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. മാത്രവുമല്ല, അവരോട് പറയുകയാണ് അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ഇങ്ങോട്ടേക്ക് വരാനെന്നും. സനീഷിൻ്റെ കോള് കിട്ടിയതിന് പിന്നാലെ ആ കൂട്ടുകാരിയും അവരുടെ ഭർത്താവും ആ വെളുപ്പാങ്കാലത്തേക്ക് സ്മിതയുടെ വീട്ടിലെത്തുകയാണ്. അവർ വരുമ്പോൾ വീട് തുറന്നു കിടക്കുന്നു. സനീഷിനെ വിളിച്ചിട്ടും അയാളെ പുറത്തെങ്ങും കാണാനുമില്ല. വന്ന സ്മിതയുടെ കൂട്ടുകാരിയും ഭർത്താവും വീട്ടിനകത്തേക്ക് കയറി. അകത്ത മുറിയിൽ കയറി നോക്കുമ്പോൾ അവർ കാണുന്നത് കട്ടിലിന് കുറുകെ അനക്കമില്ലാതെ കിടക്കുന്ന സ്മിതയെയാണ്. മാത്രവുമല്ല, സ്മിതയുടെ വായിൽ നിന്നും വെളുത്ത പത വരുന്നുണ്ട്, മൂക്കിൽ നിന്നും രക്തവും വരുന്നുണ്ട്. ഇവർക്ക് സ്മിത മരിച്ചുവെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇവർ ഭയന്ന് ഓടി മുറ്റത്ത് വന്ന് എൻ്റെ സ്മിത പോയേന്നും പറഞ്ഞ് ഉറക്കെ അങ്ങോട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ആ വിളി കേട്ടാണ് നാട്ടുകാരും വീട്ടുടമയൊക്കെ എത്തി അകത്ത് കയറി നോക്കിയത്. മരിച്ചോ ഇല്ലയോ എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് സ്മിതയെ എല്ലാവരും കൂടി കൊണ്ടുപോയി. കുട്ടികളെയും അതിനൊപ്പം കൊണ്ടുപോവുകയാണ്. സുഖമില്ലാതെ കിടക്കുകയായിരുന്നുവെന്നും തനിക്കിപ്പോഴാണ് സനീഷിൻ്റെ കോള് വന്നത്, അങ്ങനെയാണ് വന്ന് നോക്കിയതെന്നൊക്കെ ആ സ്ത്രീ ഇവരോടൊക്കെ പറയുകയാണ്. അപ്പോൾ വയ്യാതെ കിടന്നു വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും അസുഖത്തെ തുടർന്നായിരിക്കും മരിച്ചതെന്ന് നാട്ടുകാരും ചിന്തിച്ചു. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതും ഡോക്ടർ സ്മിത മരിച്ചുവെന്ന് വെളിയിൽ വന്ന് പറയുകയാണ്. പക്ഷേ ഡോക്ടർ സ്മിത മരിച്ചു എന്ന് പറഞ്ഞെങ്കിലും അസുഖത്തെ തുടർന്ന് മരിച്ചതല്ല, ഇത് കൊലപാതകമാണോ എന്ന് നല്ല സംശയമുണ്ടെന്നും ആൾക്കാരോട് പറഞ്ഞു. കാരണം സ്മിതയുടെ കഴുത്തിൽ വയറോ മറ്റോ വെച്ചിട്ട് വരിഞ്ഞു മുറുക്കിയ ചുമന്ന പാടും അവിടെ കുറച്ച് രക്തവും കണ്ടുവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടനെ തന്നെ ആശുപത്രിയിൽ നിന്നും പോലീസിന് വിളിപോയി. പോലീസ് പാഞ്ഞെത്തി. ഡോക്ടർ പറഞ്ഞതെല്ലാം പോലീസിൻ്റെ പരിശോധനയിലും വ്യക്തമായി. ഇത്രയായിട്ടും സനീഷിനെ ആ പരിസരത്തെങ്ങും കാണാനില്ല. അവൻ എവിടെ പോയി എന്ന് എല്ലാവരും ഇങ്ങനെ തിരയുകയാണ്. പോലീസ് ആശുപത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന സ്മിതയുടെ 2 മക്കളെയും ഒഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവരെ ഒന്ന് സമാധാനിപ്പിച്ച് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്നലെ എന്തേലും വഴക്കോ മറ്റോ ആ വീട്ടിൽ നടന്നായിരുന്നോ എന്ന്. കുട്ടികളപ്പോൾ പറയുകയാണ്, മാമൻ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, മാമനും അമ്മയും കൂടി വഴക്കൂടി. പിന്നീട് അമ്മ മുറിയിൽ പോയി കിടന്നുറങ്ങി, മാമൻ വരാന്തയിലെ സെറ്റിയിലും കിടക്കുന്നത് കണ്ടു. ഞങ്ങളും ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നുറങ്ങി. ഇത്രയും കേട്ട പോലീസ് വീട്ടുടമയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് സനീഷ് എന്നാണ് ഇവരുടെ മാമൻ്റെ പേര്, അതായത് സ്മിതയുടെ സഹോദരൻ. ദീപേഷ് ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ സനീഷും വന്നു പോയിരുന്നു, ചിലപ്പോൾ നിൽക്കാറുമുണ്ട്. പിന്നെ ദീപേഷ് പോയ ശേഷവും ഇടയ്ക്കിടയ്ക്ക് സനീഷ് ഇവിടെ നിൽക്കുന്നത് കാണാം. എന്നാൽ ഈ വിവരമൊക്കെ അറിഞ്ഞ ആശുപത്രിയിലെത്തിയ സ്മിതയുടെ അച്ഛനമ്മമാർ ഒരു ഞെട്ടിക്കുന്ന വിവരം അപ്പോൾ പറയുകയാണ്, സനീഷ് അനിയനുമല്ല, ഞങ്ങളുടെ ഒരു ബന്ധു പോലുമല്ല എന്ന്. എല്ലാവരും ഞെട്ടി. പോലീസ് സ്മിതയുടെ ബോഡി ഓട്ടോപ്സിക്ക് അയച്ച ശേഷം ആ സ്മിത താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തുകയാണ് പരിശോധനയ്ക്ക്. അപ്പോഴാണ് ആദ്യമേ അവരൊരു കാഴ്ച കാണുന്നത്. അടുക്കളയോട് ചേർന്നുള്ള ഒരു മുറിയുടെ മുകളിലത്തെ ഹുക്കിൽ ഇങ്ങനെ തുണി തൂക്കിയിട്ടിരിക്കുകയാണ്. പോലീസിന് ഒരു കാര്യം മനസ്സിലായി, സ്മിതയെ ആ ഹൂക്കിൽ കെട്ടിത്തൂക്കിയ ശേഷം വലിച്ച് കട്ടിലേക്ക് ഇട്ടതാണ്. ഇതിൽ സനീഷ് എന്നത് അനിയനാണെന്ന് സ്മിത വീട്ടുടമയെ കബളിപ്പിച്ചിരുന്നു. സനീഷ് ആകാൻ ചിലപ്പോൾ ഇത് ചെയ്തിട്ട് മുങ്ങിയതെന്നും പോലീസിന് തോന്നി. പിന്നീട് സനീഷിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. അപ്പോഴാണ് കൊല്ലത്തെ കോളേജ് ജംഗ്ഷൻ അടുത്ത് റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു ബോഡി ചിന്നിച്ചിതറിയ രീതിയിൽ കിട്ടിയെന്ന് പോലീസിന് വിവരം കിട്ടുന്നത്. അതിൻ്റെ പ്രായവും മറ്റ് വിവരങ്ങളും ഒക്കെ വച്ച് നോക്കുമ്പോൾ ആ കിടന്ന ബോഡി സനീഷിൻ്റേതാണെന്ന് മനസ്സിലായി. ാണ് പോലീസിന് ആകെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് സ്മിതയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ പറയുന്നത് സ്മിതയുടെ മരണം കൊലപാതകമല്ല, അവൾ സ്വയം ജീവനൊടുക്കിയതാണെന്ന്. പല സംശയങ്ങളും ചോദ്യങ്ങളും പോലീസിന് മുന്നിൽ ഇങ്ങനെ നിരന്നു വരികയാണ്. അതായത് സ്വയം ആ ഹുക്കിൽ ജീവനൊടുക്കിയ സ്മിത എങ്ങനെ കട്ടിലിൽ കിടന്നു? ഇനി സ്മിത സ്വയം ചെയ്തതാണെങ്കിൽ സനീഷ് എന്തിന് അയാളുടെ ജീവൻ ഒടുക്കണം? പോലീസ് സനീഷിനെ പറ്റി എന്തായാലും കൂടുതലായിട്ട് അന്വേഷിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് പല സത്യങ്ങളും പോലീസിന് ഈ കേസിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്.
മരിച്ച സ്മിതയും സനീഷും തമ്മിൽ വർഷങ്ങളായിട്ട് രഹസ്യബന്ധത്തിലായിരുന്നു, അതായത് അവിഹിത ബന്ധം. ഈ ദീപേഷിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും കൂടിയാണ് സനീഷ്. ദീപേഷ് ഉള്ളപ്പോൾ തന്നെ ആ വീട്ടിൽ സനീഷ് വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ദീപേഷ് അതിനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. മിക്ക ദിവസവും ദീപേഷിൻ്റെ ഒപ്പം സനീഷും ആ വീട്ടിലേക്ക് വരികയും ഇവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്തൊക്കെ സ്മിതയുമായി ഇയാൾക്ക് രഹസ്യബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ ദീപേഷിന് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെയാണ് ഇവർ വളരെ ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതൊന്നും അറിയാതെ ഇരുന്ന ദീപേഷിനെ ഗൾഫിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും സനീഷ് തന്നെയാണ്, കൂട്ടത്തിൽ ഭാര്യയായ സ്മിതയും. ദീപേഷ് സനീഷിൻ്റെ കയ്യിൽ ഭാര്യയും മക്കളെയും ഭദ്രമായി ഏൽപ്പിച്ചിട്ട് സമാധാനത്തോടെ പോവുകയും ചെയ്തു. സ്മിതയെ ഒരു സഹോദരൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു പാവം ദീപേഷിന്. ഇതിനിടെ ലീവിന് വന്നപ്പോഴും സനീഷിനെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും ഇവർ പുറത്തൊക്കെ കറങ്ങാൻ പോയപ്പോഴും സനീഷിനെ ഒപ്പം കൂട്ടുകയൊക്കെ ചെയ്തു. ദീപേഷിനെ യാത്ര അയച്ച ശേഷം സനീഷുമായി വീട്ടിൽ വന്ന സ്മിതയ്ക്ക് സനീഷിൽ ചില മാറ്റങ്ങൾ തോന്നുകയാണ്. അയാൾക്ക് എന്തൊക്കെയോ കള്ളത്തനങ്ങൾ ഉള്ളതുപോലെയും അയാൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നത് പോലെയും തന്നോട് വലിയ അറ്റാച്ച്മെൻറ്റ് പഴയതുപോലെ ഇല്ലാത്തതുപോലെയൊക്കെ സ്മിതയ്ക്ക് ഇങ്ങനെ തോന്നാൻ തുടങ്ങി. വീണ്ടും ഇവരുടെ റിലേഷന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ ഒരിക്കൽ സ്മിത ഒരു രഹസ്യ വിവരം കിട്ടിയത് ചോദിക്കുകയാണ്. അതായത് സനീഷ് രഹസ്യമായിട്ട് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് എന്നതാണ് ആ രഹസ്യ വിവരം. മാത്രവുമല്ല അയാൾ ഒരു പെണ്ണ് കാണാൻ ചടങ്ങിനും പോയി കഴിഞ്ഞുവെന്ന് സ്മിത അറിഞ്ഞു. എനിക്ക് കലി അടക്കാനായില്ല. സ്മിത ഈ വിവരം കയ്യോടെ സനീഷിനോട് ചോദിച്ചു. സനീഷ് ആദ്യം അതിൽ നിന്നും കുറേ മാറാനൊക്കെ നോക്കിയെങ്കിലും അവസാനം അയാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൾ ചോദിക്കുന്നതെന്ന്. ഉടനെ തന്നെ ഒരു ഘട്ടത്തിൽ സത്യമാണ് നീ അറിഞ്ഞതെന്ന് സ്മിതയോട് സനീഷ് സമ്മതിക്കുകയാണ്. പിന്നീട് ഇവർ തമ്മിൽ വലിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി. അവസാനം താൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് സനീഷ് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഒരിക്കലും താൻ ജീവിച്ചിരിക്കുമ്പോൾ നീ മറ്റാരെയും വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സ്മിതയും വെല്ലുവിളിച്ചു. ആ ദിവസം വഴക്കിനെ തുടർന്ന് സനീഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതേ ദിവസം തന്നെ രാത്രി സ്മിത സനീഷിനെ, അതായത് ജൂലൈ 4 സ്മിത രാത്രി സനീഷിനെ വിളിച്ചു വരുത്തുകയാണ്. നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ആ വീട്ടിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയാണ്. അയാൾ അവിടെ എത്തുകയും ചെയ്തു. ഇവർ തമ്മിൽ നല്ല രീതിയിലൊക്കെ ആദ്യം സംസാരം ഇങ്ങനെ പോയി. ആ ആഴ്ചയിലെ തന്നെ ഞായറാഴ്ചയാണ് സനീഷിൻ്റെ വിവാഹ നിശ്ചയമെന്നും സ്മിതയോട് സനീഷ് പറഞ്ഞു. സ്മിത ഇത് കേട്ട് വയലൻ്റായി. ഞായറാഴ്ച ആ നിശ്ചയത്തിന് പോകരുതെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു. സനീഷാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് പോകുമെന്നും പറഞ്ഞു. വീണ്ടും ഇവർ തമ്മിൽ വഴക്കായി. ഇവർ തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ മൂത്തതോടെ കുട്ടികൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ വഴക്ക് ഇങ്ങനെ നോക്കി ഭയന്ന് മാറി നിൽക്കുകയാണ്. വയലൻ്റായ സ്മിത എന്ത് ചെയ്തു? സനീഷിൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കീറി. എത്ര ബഹളം വച്ചാലും സനീഷ് തൻ്റെ നിലപാടിൽ നിന്നും അണുവിട മാറില്ല എന്ന് ഏകദേശം സ്മിതയ്ക്ക് ഉറപ്പായി. ഇയാൾ ഇതിൽ നിന്നും പിന്മാറില്ല എന്ന് ഉറപ്പായതോടെ സ്മിത കരഞ്ഞുകൊണ്ട് അകത്തെ അടുക്കളയോട് ചേർന്ന മുറി കയറി വാതിലടച്ചു. സനീഷാണെങ്കിൽ അവൾ കരഞ്ഞ് അകത്ത് കിടക്കാൻ പോയതായിരിക്കും, കുറേ കരയട്ടെന്നും പറഞ്ഞിട്ട് മാറി അങ്ങ് ഹാളിലെ സെറ്റിയിൽ പോയി കിടക്കുകയും ചെയ്തു. കുട്ടികൾ അവരുടെ മുറിയിലും പോയി. സ്മിത ചെയ്തത് എന്തെന്നാൽ ആ മുറിയിലെ ഹുക്കിലെ ഒരു നൈലോൺ സാരിയിൽ ജീവൻ ഒടുക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ചില ശബ്ദങ്ങളൊക്കെ കേട്ട് സനീഷ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ സ്മിത ജീവനറ്റ നിലയിൽ നിൽക്കുന്നതാണ്. അയാൾ ആ ജനൽ വഴി ഇത് കാണുകയാണ്. അയാൾ ആ വാതിലും പൊളിച്ച് അകത്ത് കയറി. ഉടനെ തന്നെ ഒരു കത്തിയെടുത്ത് അറത്തിട്ടു. ശേഷം സ്മിതയെ എടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്തി. ആകെ പരിഭ്രാന്തിയിലായ സനീഷിന് സ്മിതയുടെ കൂട്ടുകാരിയെ പെട്ടെന്ന് വിളിക്കാനാണ് തോന്നിയത്. അങ്ങനെ സ്മിതയുടെ ഫോണിൽ നിന്നും അവരെ വിളിച്ച് സ്മിതയ്ക്ക് ഒട്ടും സുഖമില്ല, പനിയായിരുന്നു, ഒട്ടും വയ്യ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നും അറിയിച്ചു. അങ്ങനെയാണ് കൂട്ടുകാരിയും ഭർത്താവും അവിടെ എത്തിയത്. ഇവരെ വിളിച്ച് പറഞ്ഞിട്ട് സനീഷ് അവിടെ നിന്നും കടന്നു കളഞ്ഞു. അയാൾ കോട്ടാത്തലയിൽ നിന്നും എവിടേക്കെന്നില്ലാതെ പരക്കം പാഞ്ഞ് ഓടുകയാണ്. അയാൾക്ക് ആകെ ടെൻഷൻ അടിച്ചു തുടങ്ങി. ഈ ഓട്ടത്തിൻ്റെ ഇടയിലാണ് സ്മിതയുടെ മരണം കൊലപാതകമെന്നും പോലീസ് സനീഷിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുവെന്നും അയാൾ ന്യൂസ് വഴിയൊക്കെ അറിയുന്നത്. ഒടുവിൽ താൻ അകത്താവും, പോലീസ് തന്നെ പിടിക്കും എന്ന് തോന്നിയ സനീഷ് കൊല്ലത്തെ കോളേജ് ജംഗ്ഷന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ സ്വന്തം ജീവനും കളഞ്ഞു. ഇതിൽ പോലീസ് പറയുന്നത് 4-ാം തീയതി, അതായത് വ്യാഴാഴ്ചയാണ് സ്മിത മരിക്കുന്നത്.
ആ 7-ാം തീയതി ആ ആഴ്ചയിലെ 7-ാം തീയതി ഞായറാഴ്ചയാണ് സനീഷിൻ്റെ വിവാഹ നിശ്ചയവും തീരുമാനിച്ചിരുന്നത്. ഈ 2 മരണവും നടക്കുന്നത് ഇതിനിടയ്ക്കാണ്. എന്തായാലും ഭാര്യയും കൂട്ടുകാരനും ചേർന്ന് വർഷങ്ങൾ കൊണ്ട് ഒരു പ്രവാസിയായ മനുഷ്യനെ ചതിച്ചിട്ടാണ് ഈ ലോകം വിട്ടു പോയത്. കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തതുപോലെയാണ് ആ മനുഷ്യൻ കൂട്ടുകാരനെ ഭാര്യയും മക്കളെ ഏൽപ്പിച്ചത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.